Hi all, welcome to Steadicom MLT Academy. Kerala PSC Lab Technician related ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കേരള PSC DME നോട്ടിഫിക്കേഷൻ ലാബ് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാമിന് അപ്ലൈ ചെയ്യാത്തവർ എന്തായാലും പോയി അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ പല ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ നമുക്കത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അധികവും റിപ്പീറ്റഡ് ആയിട്ടാണ് PSCക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് തറവായിട്ട് പഠിച്ചിട്ട് പോവുക. അതിനുശേഷം നന്നായിട്ട് എന്താ സിലബസ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് കൺഫർമേഷനൊക്കെ വന്നിട്ട് നമ്മൾ നോക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ കൺഫർമേഷൻ വന്നിട്ട് ഏകദേശം ഒരു മാസമൊക്കെ ആയിരിക്കും നമുക്ക് ടൈം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാം കൂടി പഠിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമും ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിലിറുബിനൂറിയ ഈസ് നോട്ട് സീൻ ഇൻ ഓപ്ഷൻ എ ഡുബിൻ ജോൺസൺ സിൻഡ്രോം, ഓപ്ഷൻ ബി obstructive jaundice, ഓപ്ഷൻ സി hemolytic jaundice, ഓപ്ഷൻ ഡി hepatocellular jaundice. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹീമോലൈറ്റിക് ജോണ്ടിസ് ആണ്. ഹീമോലൈറ്റിക് ജോണ്ടിസ്. ഓക്കെ, സോ എന്തുകൊണ്ടാണെന്ന് നോക്കാം. ബിലിറുബിനൂറിയ എന്ന് പറഞ്ഞാൽ ബിലിറുബിൻ യൂറിനിൽ പ്രസൻറ്റ് ആണ് എന്നാണ്. അപ്പം ഹീമോലൈറ്റിക് ജോണ്ടിസ് എന്ന് പറയുന്നത് ഒരു പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് ആണ്. പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ കോൺജുഗേറ്റഡ് ബിലിറുബിൻ അല്ല, അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ് ബ്ലഡിൽ കൂടുന്നത്. പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ് ബ്ലഡിൽ കൂടുന്നത്. ഈ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസൊലുബിൾ ആയിട്ടുള്ളതാണ്, വാട്ടറിൽ സൊലുബിൾ അല്ല. സോ വാട്ടറിൽ സൊലുബിൾ അല്ലാത്തത് കൊണ്ട് യൂറിനിൽ ബിലിറുബിൻ കാണില്ല. അതായത് ബിലിറുബിനൂറിയ പ്രസൻ്റ് ആയിരിക്കില്ല ഹീമോലൈറ്റിക് ജോണ്ടിസിൽ അല്ലെങ്കിൽ പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ. ഹീമോലൈറ്റിക് ജോണ്ടിസിൽ ബിലിറുബിനൂറിയ പ്രസൻ്റ് ആയിരിക്കില്ല, കാരണം അവിടെ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ് കൂടുന്നത്. അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ വാട്ടറിൽ സൊല്യൂബിൾ അല്ല, അതുകൊണ്ട് യൂറിനിൽ കാണില്ല. അപ്പോൾ ബാക്കിയുള്ള കേസിൽ നോക്കാം. ഈ ഹെപ്പാറ്റിക് ജോണ്ടിസിലായിക്കോട്ടെ, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലായിക്കോട്ടെ, അവിടെ കോൺജുഗേറ്റഡ് ബിലിറുബിൻ കൂടുന്നുണ്ട്. കോൺജുഗേറ്റഡ് ബിലിറുബിൻ വാട്ടറിൽ സൊല്യൂബിൾ ആണ്, അതുകൊണ്ട് യൂറിനിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ രണ്ട് കേസിലും യൂറിനിൽ ബിലിറുബിൻ ഉണ്ടാവും, അതായത് ബിലിറുബിനൂറിയ പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ ഡുബിൻ ജോൺസൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ ഹെറിഡിറ്ററി കണ്ടീഷനാണ്. അവിടെയും കോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ് കൂടുന്നത്. അതായത് ലിവർ കോൺജുഗേഷൻ നടത്തുന്നുണ്ട്, പക്ഷേ ലിവറിന് എന്ത് ചെയ്യുന്നില്ല, സെക്രീറ്റ് ചെയ്യുന്നതിലാണ് അവിടെ ഡിഫക്റ്റ് ചെയ്യുന്നത്. ലിവർ ഈ കോൺജുഗേറ്റഡ് ബിലിറുബിനെ സെക്രീറ്റ് ചെയ്യുന്നതിനാണ് ഡിഫക്റ്റ് ചെയ്യുന്നത്. സോ കോൺജുഗേറ്റഡ് ബിലിറുബിൻ ബ്ലഡിൽ കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ യൂറിനിൽ എന്ത് ചെയ്യും, ബിലിറുബിൻ പ്രസൻ്റ് ആയിരിക്കും, ബിലിറുബിനൂറിയ ഉണ്ടാവും. അപ്പം ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൻ്റെ കേസിലും ഹെപ്പാറ്റിക് ജോണ്ടിസിൻ്റെ കേസിലും ഈ ഡുബിൻ ജോൺസൺ സിൻഡ്രത്തിൻ്റെ കേസിലും ബിലിറുബിനൂറിയ പ്രസൻ്റ് ആണ്. ഹീമോലൈറ്റിക് ജോണ്ടിസ് ഓർ പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൻ്റെ കേസിൽ ബിലിറുബിനൂറിയ കാണില്ല. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ കണ്ടീഷൻ വേർ പോളിമോർഫ് ആർ പ്രിഡോമിനന്റ് ഇൻ CSF. ഓപ്ഷൻ എ ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ ബി ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ സി വൈറൽ മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ ഡി ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ്. കറക്റ്റ് ആൻസർ ഈസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. അതായത് കൂടുതൽ ന്യൂട്രോഫിൽസ് അല്ലെങ്കിൽ പോളിമോർഫ് കാണുന്നത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൻ്റെ കേസിലാണ്. ഇപ്പോൾ ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കോബ് വെബ് കൊയാഗുലാണ് പറയാറുള്ളത്. കോബ് വെബ് കാണുന്നത് ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസിൻ്റെ കേസിലാണ്.
വൈറൽ മെനിഞ്ചൈറ്റിസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പ്രിഡോമിനൻ്റ് ആയിട്ട് കാണുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. ഓക്കെ, വൈറൽ മെനിഞ്ചൈറ്റിസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ ന്യൂട്രോഫിലും, ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസിൽ കോബ് വെബ് കൊയാഗുലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് യൂറിൻ ഇൻ ആൽകപ്റ്റോനൂറിയ ഈസ് ഓപ്ഷൻ എ മിൽക്കി, ഓപ്ഷൻ ബി യെല്ലോ, ഓപ്ഷൻ സി റെഡ്, ഓപ്ഷൻ ഡി ബ്രൗണിഷ് ബ്ലാക്ക്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി ബ്രൗണിഷ് ബ്ലാക്ക്. ആൽകപ്റ്റോനൂറിയൻ്റെ കേസിൽ നമ്മൾ കാണുന്നത് ബ്ലാക്ക് കളേർഡ് യൂറിൻ ആയിരിക്കും. മിൽക്കി യൂറിൻ എപ്പോഴാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്? മിൽക്കി യൂറിൻ കാണുന്നത് നമ്മൾ കൈലൂറിയ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മിൽക്കി യൂറിൻ ആയിരിക്കും കാണുന്നത്. യെല്ലോ കളർ യൂറിൻ, നോർമലി നമ്മളുടെ യൂറിൻ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ ആണ്. എന്നാലും യെല്ലോ കളർ കൂടുകയാണെങ്കിൽ ബിലിറുബിൻ്റെ കേസ്, ബിലിറുബിൻ യൂറിനിൽ കാണുമ്പോഴാണ് യെല്ലോ കളർ കൂടുന്നത്. റെഡ് കളർ വരുന്നത് എപ്പോഴാണ്? റെഡ് കളർ വരുന്നത് പോർഫൈറിയൻ്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഡ് കളർ യൂറിൻ വരുന്നത് കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a carcinogen? Option A toluidine, option B naphthylamine, option C nitrosamine, option D all of the above. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. കാരണം ഈ ടോളുഡിൻ, നാഫ്തൈലാമിൻ, നൈട്രോസാമിൻ ഇതെല്ലാം കാർസിനോജനാണ്. കാർസിനോജൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസർ കോസ് ചെയ്യാൻ എബിലിറ്റിയുള്ള കെമിക്കൽസ്. ഇപ്പോൾ ബെൻസീന്, ടോളുഡിന്, നാഫ്തൈലാമിൻ, നൈട്രോസാമിൻ ഒക്കെ എന്താണ്? കാർസിനോജനിക് കെമിക്കൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോവിങ്. ഓപ്ഷൻ എ LMS, option B CAP, option C NABH, option D NABL. Correct answer option A LMS. CAP, NABH, NABL എന്നൊക്കെ പറയുന്നത് ക്രെഡൻഷ്യൽ ആണ്. CAP എന്ന് പറഞ്ഞാൽ കോളേജ് ഓഫ് അമേരിക്കൻ പാത്തോളജി, NABL എന്ന് പറഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറി. എന്നാൽ LMS എന്ന് പറയുന്നത് ലബോറട്ടറി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്രെഡൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒക്കൾട്ട് ബ്ലഡ് ഇൻ സ്റ്റൂൾ ഈസ് പോസിറ്റീവ് ഇൻ ഓപ്ഷൻ എ കാർസിനോമ ഓഫ് GIT, ഓപ്ഷൻ ബി ഹുക്ക് വേം ഇൻഫെക്ഷൻ, ഓപ്ഷൻ സി പെപ്റ്റിക് അൾസർ, option D all of the above. Correct answer option D all of the above. ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും, ഇപ്പോൾ കാർസിനോമ ഓഫ് GIT, ഹുക്ക് വേം ഇൻഫെക്ഷനും പെപ്റ്റിക് അൾസറിൻ്റെ കേസിലും സ്റ്റൂളിൽ ഒക്കൾട്ട് ബ്ലഡ് കാണുന്നതാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ ഓപ്ഷൻസിലും എന്താണ്? ഒക്കൾട്ട് ബ്ലഡ് പ്രസൻ്റ് ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓൾ ഓഫ് ദി എബോവ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The instrument used to measure sodium and potassium in serum sample. Option A flame photometer, option B spectrophotometer, option C colorimeter, option D fluorimeter. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഫ്ലെയിം ഫോട്ടോമീറ്റർ. സോഡിയം, പൊട്ടാഷ്യം, അതുപോലെ കാൽഷ്യം ഒക്കെ പോലെയുള്ള ആൽക്കലി മെറ്റൽസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫ്ലെയിം ഫോട്ടോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻസ് പറയും. അപ്പോൾ ആൽക്കലി മെറ്റൽസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണ് കറക്റ്റ് ആൻസർ ചെയ്യേണ്ടത്? ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂറിൻ ക്രിസ്റ്റൽ റിസംബ്ലിംഗ് fern leaf shape. Option A calcium sulfate, option B triple phosphate, option C cystine crystal, option D calcium carbonate crystal. So ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? യെസ്, ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ആണ് ഫേൺ ലീഫ് ഷേപ്പ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. സോ ചിലപ്പം വേറെ രീതിയിൽ ചോദിക്കാറുണ്ട്,
കഫീൻ ലിഡ് ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചാലും നമുക്കത് ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ആണ് വരുന്നത്. ട്രിപ്പിൾ ഫോസ്ഫേറ്റിനെ ചിലപ്പം വേറെ രീതിയിലായിരിക്കും ചോദിക്കുക. അമോണിയം മാഗ്നീഷ്യം ഫോസ്ഫേറ്റ് ക്രിസ്റ്റലിന്റെ ഷേപ്പ് ഏതാണ്? ഈ ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ആണ് അമോണിയം മാഗ്നീഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പോയിന്റ് പറഞ്ഞു. ട്രിപ്പിൾ ഫോസ്ഫേറ്റിനെ അമോണിയം മാഗ്നീഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയും. ഫേൺ ലീഫ് ഷേപ്പോ അല്ലെങ്കിൽ കഫീൻ ലിഡ് ഷേപ്പോ നമുക്ക് ട്രിപ്പിൾ ഫോസ്ഫേറ്റിന് പറയാം കേട്ടോ. അപ്പോൾ കാൽഷ്യം കാർബണേറ്റിന്റെ ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡംബൽ ഷേപ്പ്. കാൽഷ്യം കാർബണേറ്റ് ഡംബൽ ഷേപ്പാണ്. സിസ്റ്റീൻ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഏത് ഷേപ്പാണ്? സിസ്റ്റീൻ ക്രിസ്റ്റൽ ഹെക്സഗണൽ ഷേപ്പാണ് വരുന്നത്. ഇപ്പം ഈ നെക്സ്റ്റ് കാൽഷ്യം സൾഫേറ്റ് ആണ് വരുന്നത്. കാൽഷ്യം സൾഫേറ്റ് നമുക്ക് നീഡിൽ ഷേപ്പ് അല്ലെങ്കിൽ പ്രിസം ഷേപ്പ് ഒക്കെ പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Iron exchange resin are used in prepare option A demineralized water, option B distilled water, option C buffered water, option D none of the above. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഡീമിനറലൈസ്ഡ് വാട്ടർ. ഡീമിനറലൈസ്ഡ് വാട്ടറിനാണ് നമ്മൾ അയൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ് ചെയ്യുക. എന്താ ഈ ഡീമിനറലൈസ്ഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ? വാട്ടറിന് മിനറൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡീമിനറലൈസ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടെസ്റ്റ് ഡിറ്റക്ട്സ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ? ഓപ്ഷൻ എ സ്ലേസിംഗർ ടെസ്റ്റ്, ഓപ്ഷൻ ബി ഹേസ് ടെസ്റ്റ്, ഓപ്ഷൻ സി ടോളിഡിൻ സൾഫോണിലിക് ആസിഡ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ലീഗൽസ് ടെസ്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി ലീഗൽസ് ടെസ്റ്റ് ആണ്. 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡീമിനറലൈസ്ഡ് വാട്ടർ ആയിരുന്നു കേട്ടോ. 10th ക്വസ്റ്റ്യൻ ആൻസർ ലീഗൽ ടെസ്റ്റ്. ലീഗൽ ടെസ്റ്റ് നമ്മൾ അസറ്റോണ്, അസറ്റോ ആസിറ്റിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറിക് ആസിഡ്, ഇതാണല്ലോ കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡിറ്റക്ഷന് ലീഗൽ ടെസ്റ്റ് ആണ്. ഇത് കൂടാണ്ട് നമ്മൾ റോത്തറാസ് ടെസ്റ്റ്, ജെർഹാർഡ്സ് ടെസ്റ്റ് ഒക്കെ നമ്മൾ കീറ്റോൺ ബോഡീസിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഹേസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈൽ സാൾട്ടിന് വേണ്ടിയിട്ടാണ്. ബൈൽ സാൾട്ടിന് വേണ്ടിയിട്ടാണ് ഹേസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടൊളുവിൻ സൾഫോണിലിക് ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് SLE ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്. ടൊളുവിൻ സൾഫോണിലിക് ആസിഡ് ടെസ്റ്റ് എന്തിനാണ്? SLE ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ സ്ലേസിംഗർ ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറോബിലിൻ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ്. യൂറിനിൽ യൂറോബിലിൻ ആണ് നമ്മൾ സ്ലേസിംഗർ ടെസ്റ്റിൽ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇലക്ട്രിക്കൽ ഹസാർഡ്. ഓപ്ഷൻ എ ദ ഇലക്ട്രിക്കൽ equipment must be properly grounded. Option B lab personnel should know the location of fuse box, circuit breakers. Option C in case of electric fire use water to extinguish the fire. Option D do not attach 2 or 3-way outlet to a single outlet. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ്. ഏതാണ്? നമ്മളൊരു ഇലക്ട്രിക്കൽ ഹസാർഡ് ഉണ്ടാവുമ്പം, ഇലക്ട്രിക്കൽ ഫയർ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വാട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്. അറിയാം, വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക്, വാട്ടറിലൂടെ ഷോക്ക് വരുന്ന, ഇലക്ട്രിക് ഷോക്ക് വരുന്നതാണ്. അപ്പോൾ ഫ്ലെയിമബിൾ കെമിക്കൽ കാരണവും അതുപോലെ ഇലക്ട്രിസിറ്റി കാരണവും ഫയർ വരികയാണെങ്കിൽ അവിടെ നമ്മൾ വാട്ടർ ആഡ് ചെയ്യാൻ പാടില്ല. ആ ഫ്ലെയിമബിൾ കെമിക്കൽ അല്ലെങ്കിൽ ഫ്ലെയിമബിൾ കെമിക്കലിൻ്റെ ക്വസ്റ്റ്യൻസും വരാറുണ്ട് കേട്ടോ. രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇലക്ട്രിക്കൽ ആൻഡ് ഫ്ലെയിമബിൾ ഫയറിൻ്റെ കേസിൽ ഒരിക്കലും വാട്ടർ ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Name the urine preservative which causes precipitation of crystal when used in large amount. Option A boric acid, option B thymol, option C formalin, option D toluene. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ എ ബോറിക് ആസിഡ്. ഏതാണ്? ബോറിക് ആസിഡ്.
ഈ ബോറിക് ആസിഡ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിനിൽ ക്രിസ്റ്റൽസിൻ്റെ പ്രസിപ്പിറ്റേഷന് കാരണമാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ എക്സാമ്പിൾ ഫോർ കൈനറ്റിക് അസേ? ഓപ്ഷൻ എ ടോട്ടൽ പ്രോട്ടീൻ ബയോറേറ്റ് മെത്തേഡ്, ഓപ്ഷൻ ബി സെറം ആൽബുമിൻ BCG മെത്തേഡ്, ഓപ്ഷൻ സി എസ്റ്റിമേഷൻ ഓഫ് SGPT, ഓപ്ഷൻ ഡി യൂറിയ ബെർത്തലോട്ട് മെത്തേഡ്. കറക്റ്റ് ആൻസർ യെസ്, എസ്റ്റിമേഷൻ ഓഫ് SGPT. കാരണം നമ്മൾ കൈനറ്റിക് അസേ ചെയ്യാറുള്ള അധികം എൻസൈമിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മളവിടെ സബ്സ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിലുള്ള ചേഞ്ചാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എൻസൈംസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കൈനറ്റിക് അസേ. ഇവിടെയുള്ള എൻസൈം ഏതാ, SGPT, SGOT, അതിൻ്റെയൊക്കെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈനറ്റിക് അസേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Kirschmann spiral are seen in option A ascitic fluid, option B sputum, option C stool, option D urine. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, സ്പ്യൂട്ടത്തിലാണ് നമ്മൾ എന്ത് കാണുന്നത്, കേർഷ്മാൻ സ്പൈറൽ കാണുന്നത്. ഇത് നമ്മൾ ആസ്മൻ്റെ ഒക്കെ കേസിലായിരിക്കും, ബ്രോങ്കിയൽ ആസ്മൻ്റെ കേസിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഇതെന്താണ്, ജസ്റ്റ് സ്പൈറൽ ഷേപ്പുള്ള മ്യൂക്കസ് പ്ലഗ് ആണ് കേട്ടോ. കേർഷ്മാൻ സ്പൈറൽ എന്ന് പറയുന്നത് സ്പൈറൽ ഷേപ്പുള്ള സ്പ്യൂട്ടത്തിൽ കാണുന്ന മ്യൂക്കസ് പ്ലഗ് ആണ്. ആസ്മൻ്റെ കേസിലാണ് ഇത് കോമൺലി കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്ടോ ടെസ്റ്റ് ഈസ് tablet test to detect dash in urine. Option A bilirubin, option B bile salt, option C urobilinogen, option D ketone body. യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ബിലിറുബിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇക്ടോ ടെസ്റ്റ് ചെയ്യാറുള്ളത്. കറക്റ്റ് ആൻസർ ബിലിറുബിൻ. നെക്സ്റ്റ്, pick out the wrong statement. Option A, semen has grey opalescent appearance. Option B, semen sample should be collected after after a minimum of 3 to 5 days of sexual abstinence. Option C, if condom is used to collect the sample, it must be washed well and dried. Option D, liquefaction time of semen is 90 minutes. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി. ലിക്വിഫാക്ഷൻ ടൈം ഓഫ് സെമൻ എന്ന് പറയുന്നത് ഒരിക്കലും 90 മിനിറ്റ് അല്ല, ഒരു 15 to 20 മിനിറ്റ് ആണ് ലിക്വിഫാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ബാക്കി ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കറക്റ്റാണ്. ഓക്കെ, ലിക്വിഫാക്ഷൻ ടൈം ഓഫ് സെമൻ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക, 15 to 20 മിനിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The preferred sample for testing HCG in urine is option A morning sample, option B 24-hour sample, option C random sample, option D afternoon sample. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, മോർണിംഗ് സാമ്പിൾ. HCG ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, നമുക്ക് ഏത് സാമ്പിളും ചെയ്യാം, പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, മോർണിംഗ് സാമ്പിളാണ്. എന്താണ് ഈ HCG എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻസ്. നമ്മളിത് ചെക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? യെസ്, ഇത് ചിലപ്പം പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഫീമെയിൽസിലാണ്, മെയിലിൽ നമ്മളിത് ഡിറ്റക്ട് ചെയ്യാറുണ്ട്. അതെപ്പോഴാന്ന് വെച്ചാൽ കോറിയോ ക്യാൻസറിൻ്റെ കേസിൽ, കോറിയോ ക്യാൻസറിൽ HCG മെയിൽസിൽ പോസിറ്റീവാണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് 24-hour urine sample is option A. A suitable preservative should be added to the collection container. Option B, collect the first morning urine sample in the container and note the time. Option C, collect all urine passed during the rest of the day and night in the container. Option D, morning urine sample of the next day is also collected in the container.
ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കാരണം ഇവിടെ ചോദിച്ചത് എന്താണ്? 24 യൂറിനെ കുറിച്ചിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ 24 യൂറിൻ എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുക? ഇപ്പം നമ്മൾ മോർണിംഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോർണിംഗ് 8 ആണ് അല്ലെങ്കിൽ 7 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ കണ്ടെയ്നർ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലുള്ള യൂറിൻ നമ്മൾ ഒരിക്കലും ആ കണ്ടെയ്നറിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കളക്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ അവോയ്ഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. യൂറിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള മോർണിംഗ് സാമ്പിൾ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അതിന് ശേഷം തൊട്ടിട്ടുള്ള സാമ്പിൾസ് ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് പിറ്റേന്ന് മോർണിംഗ് വരുന്ന സമയത്തുള്ള ആ ടൈമിൽ, ഇപ്പോൾ പിറ്റേന്ന് മോർണിംഗുള്ള 8 സാമ്പിൾ ആണെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് 24 കളക്ട് ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ അവോയ്ഡ് ചെയ്യുക, നെക്സ്റ്റ് മോർണിംഗ് സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ബി ഓപ്ഷനിൽ എന്താ പറഞ്ഞത്? ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ കളക്ട് ചെയ്യണം എന്നുള്ള. അപ്പോൾ ആ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റ് ആണ്. പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും എല്ലാ ആ ത്രൂ ഔട്ട് ദ ഡേ ഇൻക്ലൂഡിങ് നൈറ്റുള്ള സാമ്പിളും കളക്ട് ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും നെക്സ്റ്റ് മോർണിംഗ് സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എന്ത്? ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്ലാക്ക് ടാറി സ്റ്റൂൾ ഈസ് സീൻ ഇൻ ഓപ്ഷൻ എ obstructive jaundice, option B excessive fat intake, option C barium meal X-ray, option D bleeding from upper GIT. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി ആണ്. ബ്ലീഡിങ് ഫ്രം GIT എന്നുള്ള ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചോദിച്ചത് ബ്ലാക്ക് സ്റ്റൂള് കാണുന്നത്. അപ്പോൾ അപ്പർ GIT ട്രാക്റ്റിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൂളിൻ്റെ കളറ് ബ്ലാക്ക് കളറായിരിക്കും. എന്നാൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൻ്റെ കേസിൽ അതേപോലെ എക്സസീവായിട്ട് നമ്മൾ ഫാറ്റ് എടുത്തു കഴിഞ്ഞാലും ബേരിയം മീൽ എക്സറിൻ്റെ കേസിലും സ്റ്റൂളിൻ്റെ കളറ് പെയിലാവുകയാണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള 3 ഓപ്ഷൻസിലും സ്റ്റൂള് പെയിൽ സ്റ്റൂളാവുകയാണ് ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which enzyme is measured in semen to evaluate the secretory function of prostate? Option A acrosin, option B acid phosphatase, option C hyaluronidase, option D beta galactosidase. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ആസിഡ് ഫോസ്ഫറ്റേസ് ആണ്. നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ഫങ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആസിഡ് ഫോസ്ഫറ്റേറ്റ് ഓർ ACP എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഇൻ കേസ് ഓഫ് പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ്? ഓപ്ഷൻ എ conjugated and unconjugated bilirubins are increased. Option B only unconjugated bilirubin are increased. Option C only conjugated bilirubin is increased. Option D alkaline phosphatase is increased. ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഇപ്പോൾ ബിലിറുബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ് കൂടുന്നത്. ഹെപ്പാറ്റിക് ജോണ്ടിസിൽ കോൺജുഗേറ്റഡ് ബിലിറുബിനും അൺകോൺജുഗേറ്റഡ് ബിലിറുബിനും കൂടും. പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസിൻ്റെ കേസിൽ കോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ് കൂടുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത്. ശരിക്കും പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസിൽ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ ALP കൂടുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. പക്ഷേ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ബിലിറുബിൻ്റെ കേസ് പറയുമ്പോൾ കോൺജുഗേറ്റഡ് ബിലിറുബിൻ മാത്രമേ കൂടുള്ളൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സി ഓപ്ഷൻസ് കറക്റ്റാണ്. ഓക്കെ, പക്ഷേ ALPയും പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസിൻ്റെ കേസിൽ കൂടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The enzymes involved in liver function test. Option A enolase, option B hexokinase, option C alkaline phosphatase, option D
യൂറിക്കേസ്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ALP, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആണ്. ALP മാത്രമാണോ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈംസ്? അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ആണ് ALT, ALP, AST, അതുപോലെ GGT, LDH. ഇതൊക്കെ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന എൻസൈംസ് ആണ് കേട്ടോ. ALT, ALP, AST, GGT, LDH. ഇത് കൂടാണ്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വേറെ ഏതൊക്കെ ടെസ്റ്റുകളുണ്ട്? ടോട്ടൽ പ്രോട്ടീൻ ഉണ്ട്, ആൽബുമിൻ ഉണ്ട്, അതുപോലെ PTINR ഉണ്ട്, അതുപോലെ നമുക്ക് പറയുകയാണെങ്കിൽ ബിലിറൂബിൻ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നതാണ്. എൻസൈംസ് ടെസ്റ്റുകളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Normal range of SGOT in blood is option A 10 to 50, option B 5 to 10, option C 5 to 45, option D 15 to 65 IU per liter. എല്ലാ ഓപ്ഷൻസിലും യൂണിറ്റ് ആയിട്ട് IU per liter എന്നാണ്, സെയിം യൂണിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? 5 to 45 IU per liter. SGOT അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് AST എന്നുള്ളത്. SGOT ഓർ AST. ഈ AST അല്ലെങ്കിൽ SGOT എന്ന് പറയുന്ന എൻസൈം മെയിൻലി ലിവറിലും അതുപോലെ ഹാർട്ടിലൊക്കെ കാണുന്ന എൻസൈമാണ് കേട്ടോ. ചിലപ്പം SGPTൻ്റെ നോർമൽ വാല്യൂ ചോദിക്കാം. ഇപ്പോൾ ഇവിടെ 5 to 45 ആണെങ്കിൽ 7 to 56 ഒക്കെയാണ് SGPTൻ്റെ നോർമൽ വാല്യൂ വരുന്നത്. SGPT എന്ന് പറയുമ്പോൾ ALT ആണ് കേട്ടോ. SGOT ASTയും SGPT ALTയുമാണ്. ഓക്കെ, മെയിൻലി ലിവർ എൻസൈമാണ്. സോ അത് നോർമൽ വാല്യൂ എന്ന് പറയുന്നത് SGPT ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലാണ്, PT കുറച്ചും കൂടി കൂടുതലാണ്. 7 to 56 IU per liter ആണ് നോർമൽ വാല്യൂ വരുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Malloy-Evelyn method is used for the detecting option A bilirubin, option B ALT, option C AST, option D cholesterol. Malloy-Evelyn മെത്തേഡ് ഏതാണ്? യെസ്, ബിലിറുബിൻ ആണ്. നമ്മൾ നേരത്തെ ഒരു മെത്തേഡ് കണ്ടു, ഇക്ടോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ഇക്ടോ മെത്തേഡ്, Malloy-Evelyn മെത്തേഡ്, അതുപോലെ തന്നെ വാണ്ടർബർഗ് റിയാക്ഷൻ, ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ബിലിറുബിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി. ഡയസോ മെത്തേഡ്, ഇതൊക്കെ ബിലിറുബിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following lipoprotein has the lowest density? Option A VLDL, option B chylomicron, option C LDL, option D HDL. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ചൈലോമൈക്രോൺ ആണ്. അപ്പം നമ്മൾ ലോവസ്റ്റ് ഡെൻസിറ്റി ഏതാണെന്ന് ചോദിക്കുമ്പോൾ LDL എടുത്തു പോകാറുണ്ട്. അപ്പം LDL, VLDL, HDL, ചൈലോമൈക്രോൺസ് ഒക്കെയാണ് ലിപ്പോപ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ലീസ്റ്റ് ഡെൻസിറ്റി ഉള്ളത് ചൈലോമൈക്രോൺസിനാണ് കേട്ടോ. നമ്മൾ ലോവസ്റ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന LDL ആണെങ്കിലും ലിപ്പോപ്രോട്ടീനിൽ ഏറ്റവും ഡെൻസിറ്റി കുറവുള്ളത് ചൈലോമൈക്രോണും ഏറ്റവും ഡെൻസിറ്റി കൂടുതലുള്ളത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഓർ HDLുമാണ്. അപ്പോൾ തെറ്റിപ്പോരുത്, ഇവിടെ LDL അല്ല ആൻസർ വരുന്നത്, ചൈലോമൈക്രോൺ ആണ്. ഇവിടെ ചിലപ്പോൾ ഗുഡ് കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഗുഡ് കൊളസ്ട്രോൾ HDLും ബാഡ് കൊളസ്ട്രോൾ LDLുമാണ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും കൂടി വരുമ്പം വീഡിയോ കുറച്ച് ലെങ്ത് കൂടും. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും ഒരു പേപ്പറിൽ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഇനിയുള്ള കൂടുതൽ വീഡിയോസ് വേണം എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.